എന്ത് സംഭവിച്ചു? അച്ഛൻ അച്ഛൻ ചേട്ടാ, എന്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത്? ആ രാമചന്ദ്രൻ കൊന്നതായിരിക്കും മോനെ. ഏത് രാമചന്ദ്രൻ? അച്ഛന്റെ കൂടെ കമ്പനിയിൽ ക്യാഷ്യറായിരുന്നവൻ. ഞാൻ താഴെ വന്നപ്പോഴേക്കും അവൻ സരളയും കടത്തിക്കൊണ്ട് പോകുന്നതാണ് കണ്ടത്. സരളയെ കടത്തിക്കൊണ്ടുപോയി? എന്നെ അടിച്ച് വീഴ്ത്തിയിട്ടാണ് അവൻ അവളെയും കൊണ്ട് കടന്നു കളഞ്ഞത്. ചേട്ടാ, അവനിപ്പോ എവിടെ കാണും? ചേട്ടൻ പറയൂ. ഞങ്ങൾക്കറിയില്ല കുഞ്ഞെ. ഈ ചിതയിൽ എന്റെ അച്ഛനും എന്റെ കുടുംബത്തിന്റെ അഭിമാനവും എല്ലാം എരിഞ്ഞടങ്ങുകയാണ്. അച്ഛാ, ഇത് ചെയ്തവനെ ഞാൻ വെറുതെ വിടില്ല. എന്റെ പെങ്ങളെയും കണ്ടുപിടിച്ച് അവനെ ഇതുപോലെ ഞാൻ ചുട്ടരിക്കും. ഇത് സത്യം. എന്നെ എന്തിനിവിടെ കൊണ്ടുവന്നു? നിന്നെ കൊണ്ടുവന്നത് എന്റെ അച്ഛനെ കൊന്നതുപോലെ എന്നെയും കൊല്ല്. നിന്നെ കൊല്ലാതെ കൊല്ലാനാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എന്റെ പെങ്ങളും മാനം കെട്ട് കിണറ്റിൽ ചാടി മരിച്ചത് നിനക്കറിയാമോ? അതിന് പകരം നീ മാനം കെട്ട് ഇഞ്ചിഞ്ചായി നശിക്കുന്നവരെ നീ കാണണം. അതിനെന്നെ കിട്ടുകയില്ലടാ. എന്റെ മാനം പോയാൽ ആ നിമിഷം ഞാൻ മരിക്കും. ശരി, ഇതിനകത്ത് വെച്ച് നിനക്ക് മരിക്കാൻ കഴിയില്ല. നിന്നെ ഞാൻ ഒട്ടുവിട്ട് അയക്കുകയില്ല. ഒരു പെണ്ണിന്റെ നേരെ ഇത്രയും പരാക്രമം കാണിക്കുന്ന നീ ഒരു മനുഷ്യനാണോ? എടി, എന്നെ മനുഷ്യനുള്ളതാക്കി തീർത്തത് നിന്റെ അച്ഛനാണ്. എനിക്കിനി എങ്ങനെയും ജീവിക്കാം, എന്തും ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്ന അനുസരിക്കാതെ നിനക്ക് രക്ഷയില്ല. ഞാനോ? നിൽക്കവിടെ. നീ എന്തായി കാണിക്കുന്നത്? ഇവിടെ ഒരു പാവം പെണ്ണല്ലേ. എന്നെ രക്ഷിക്കോ ചേച്ചി. കാര്യമില്ല മോളെ, പേടിക്കണ്ട. നീ ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചാൽ പെണ്ണിനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ല. അവളിറങ്ങി ഓടാൻ പോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പുറത്തു വിടുന്നത് ആപത്താണ്. അവൾ എങ്ങും പോകാതെ ഞാൻ നോക്കിക്കൊള്ളാം. നീ നിയന്ത്രണം വിട്ട് പെരുമാറുന്നതാണ് ആപത്ത്. ഇവിടെ പെണ്ണിനെ കൊണ്ടുവന്ന വിവരം പോലീസ് അറിഞ്ഞാൽ? അമ്മണിയമ്മ എന്തിനാ പോലീസിനെ ഭയക്കുന്നത്? എത്രയെത്ര വലിയ ആൾക്കാർ നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ബുദ്ധിമോശം കാണിക്കണോ? ശരി, രാമേന്ദ്രൻ വയ്ക്കുള്ളൂ. ശരി, ഞാൻ പോകുന്നു. ബാക്കിയെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യൂ. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? നീ എന്തിനാ കരയുന്നത്? നീ ഭാഗ്യമുള്ളവളായതുകൊണ്ടായി എന്റെ വീട്ടിൽ തന്നെ വന്നു ചേർന്നത്. എനിക്കൊരു ഭാഗ്യവും വേണ്ട. എന്റെ അച്ഛനെ കൊന്നിട്ടാണ് ആ ദ്രോഹി എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അനിയത്തി, അവന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ചത്. നിന്റെ വേദനകളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. ചേച്ചി, എന്റെ ചേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിനി ജീവിക്കുന്നത്. നിന്റെ ചേട്ടനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. ഇന്നു മുതൽ ഇത് നിന്റെ വീടാണെന്ന് കരുതിയാൽ മതി. ആ ഷാപ്പുകാരൻ ഗോപാലന്റെ അനന്തിരവനാണവൻ. അവൻ എവിടെയുണ്ടെന്ന് ഗോപാലന് അറിയാൻ കഴിയും. എവിടെയായിരുന്നാലും ഞാൻ അദ്രോഹിയെ കണ്ടുപിടിക്കും. എന്റെ കുടുംബം തകർത്തവനെ വകവരുത്തുന്നതിന് വേണ്ടിയായിരിക്കും ഞാൻ എന്നെ ജീവിക്കുന്നത്. പക്ഷേ ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ ചേട്ടാ. നിന്റെ നിറവും തടിയും തന്നെയാണ് അവനും. ആ, പിന്നെ അവന്റെ കയ്യിൽ പച്ച കുത്തി അടയാളമുണ്ട്. പ്രിയപ്പെട്ട അമ്മാമൻ വായിച്ചറിവാൻ, ഇതിൽ കാണിച്ചിരിക്കുന്ന വിലാസത്തിൽ എഴുതിയാൽ എനിക്ക് കിട്ടും. ഞാൻ സരളയെ ഒരിടത്ത് രഹസ്യമായി പാർപ്പിച്ചിരിക്കുകയാണ്. ഇനി അയാളുടെ മകനെ കൂടെ കിട്ടിയാലേ എന്റെ പ്രതികാരവാഞ്ച പൂർത്തിയാകുകയുള്ളൂ. ഞാൻ ഇവിടെ രാമൻകുട്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ വിവരം മറ്റാരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് സ്വന്തം അനന്തരവൻ. ചേട്ടാ, ഇതിന്റെ കാര്യം ഇവരെന്തിരിക്കുന്നു? എടോ, രാമചന്ദ്രൻ എവിടെ? രാമേന്ദ്രൻ? കാഷ്യർ രാമചന്ദ്രൻ. ഇവിടെ കാശിയറും കണക്കപ്പിള്ളയും മുതലാളിയൊക്കെ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എടോ, താൻ തന്നെ വേഷം കെട്ട് എന്റെ അടുത്ത് എടുക്കരുത്. എന്റെ കുടുംബം തകർത്ത ദ്രോഹി തന്നെ അനന്തരവനല്ലേ?
അനന്തരവനോ? എനിക്ക് പെങ്ങന്മാരല്ലേ, പിന്നെ പറഞ്ഞ അനന്തരവനോ? അയ്യോ എടാ, ഇവിടെ കണ്ണൂർക്കാൻ പല രാമേന്ദ്രന്മാരും കുട്ടപ്പ തനിക്കറിയില്ല അല്ലേ? അവൻ സാധാരണ 24 മണിക്കൂറും കള്ളുപിടിച്ച് നടക്കുന്നവനാ. വേറെ ഏതെങ്കിലും ഷാപ്പിൽ ചെന്ന് അന്വേഷിച്ചാൽ ചിലപ്പോ കണ്ടുവന്നു വരും. ഞാൻ അവനെ കണ്ടുപിടിച്ചോളാം. താൻ അവന്റെ 16 തയ്യാറായിക്കും. ആ മാനേജറുടെ മകൻ ബാലകൃഷ്ണൻ വന്നു. മാനേജറുടെ മകൻ ബാലകൃഷ്ണൻ വന്നു. എന്റെ ഷാപ്പെല്ലാം തല്ലി തകർത്തു. നീ എവിടെയാണെങ്കിലും നിന്നെ കണ്ടുപിടിക്കുമെന്നും നിന്റെ 16 നടത്താൻ ഞാൻ തയ്യാറായിരുന്നു എന്നും പറഞ്ഞിട്ടാണ് അവൻ പോയിരിക്കുന്നത്. നീയും അവനും ഒരേ സ്ഥലത്തായതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഈ കത്തിനുടനെ മറുപടി അയക്കണം. അല്ലാത്ത പക്ഷം അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചു എന്നെനിക്ക് കണക്കാക്കേണ്ടി വരും. അവൻ എന്നെ കണ്ടുപിടിക്കുന്നതിന് മുൻപേ അവന്റെ 16 ഞാൻ നടത്തി. അവനെ നിനക്കറിയാം? ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അവൻ നാടുവിട്ടതിന് ശേഷമാണ് എനിക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടിയത്. അവനും ഈ സ്ഥലത്തുണ്ടെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. എങ്കിൽ വളരെ നല്ലത്. എന്നെങ്കിലും പെങ്ങളെ നേരിട്ട് കാണാൻ ഇടവന്നാൽ അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്റെ പെങ്ങളെ ലേലം വിളിക്കാൻ പറഞ്ഞവനാണ് അവന്റെ അച്ഛൻ. ഇന്ന് ദിവസവും ലേലം വിളിക്കുന്നത് അവന്റെ പെങ്ങളെയാണ്. ഏതായാലും നീ വളരെ കരുതലോടെ ജീവിക്കണം. എന്തിന്? എന്റെ പേരിവിടെ രാമൻകുട്ടി എന്നായതുകൊണ്ട് അവനെന്നെ കണ്ടുപിടിക്കാനാവില്ല ചേട്ടാ. അഥവാ കണ്ടുപിടിച്ചാലും അവന്റെ കഥ കഴിക്കുന്നത് ഞാനായിരിക്കും.